ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന. ഞാൻ ഇറാനി പോള ഉണ്ടാക്കാം. ഇറാനി പോള കഴിച്ചാണ് വന്നത്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് കായം തേച്ച് എന്നിട്ട് അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പൊരിച്ചെടുത്ത്. പിന്നെ വലിയുള്ളി, കറിവേപ്പില, ചപ്പും പുതിന അങ്ങനതൊക്കെ കട്ട് ചെയ്ത് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ഇതൊക്കെ ഇട്ടൊന്ന് അങ്ങനെ നല്ല വാട്ടി ഇങ്ങനെ എടുത്ത് ഏകദേശം വാടി മറ്റേ മല്ലി മുളക് ഒക്കെ ഇടാം. ആ ടൈം ആകുമ്പോഴത്തേന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് വേണ്ട അത് മിക്സ് ഉണ്ടല്ലോ, മിക്സ് നമുക്ക് റെഡിയാക്കാം. ആദ്യം ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ മൂന്ന് കോഴിമുട്ട അല്ല 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് 4 കോഴിമുട്ടയും ഒരു 5-6 സ്പൂണ് പാലില്ലേ അതിനെ കൊണ്ട് പാൽപ്പൊടി എടുത്ത് പിന്നെ 1 കപ്പ് വെള്ളം, 1 കപ്പ് ഞാൻ പകുതിയൊക്കെയാണ് ഒഴിച്ചു കൊടുത്തത്. അതടിച്ച് വന്ന് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് എന്നിട്ട് പിന്നെ ആ വാട്ടി വെച്ചതിലേക്ക് അതൊക്കെ പാടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചിക്കൻ മിക്സിയിൽ അടിച്ചെടുത്തില്ല അത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം, അത്യാവശ്യം കട്ടിലൊരു നോൺ സ്റ്റിക്ക് പാത്രം ആ ഗ്യാസിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച എന്താ പറയുക മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഏകദേശം ഒരു തിക്ക് കണക്കിന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടത് ഒന്ന് റെഡിയായി വരുന്ന വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചിക്കൻ്റെ തീരില്ലേ നേരത്തെ ചെയ്ത് വെച്ച് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കാത്തുന്നതിന് ശേഷം മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അതിൻ്റെ ബാക്കിയുണ്ടല്ലോ അതിലേക്ക് ആ മിക്സ് ബാക്കി അതിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗങ്ങളിലേക്കായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്കത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഒന്നത് മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് എന്ത് ചെയ്യാം, സിമ്മാക്കി വെക്കുക. എന്നിട്ട് സിമ്മാക്കി വെച്ചിട്ട് അങ്ങനെ ഗ്യാസ് നോക്കുക എങ്ങനെയാണത് സിമ്മാണോ എന്നുള്ള നോക്കുക. സിമ്മാണോ നോക്കിയിട്ട് അത് ഏകദേശം 15 മിനിറ്റ് വരെ നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇതേപോലെ ഉണ്ടാകുന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത്